നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പുണ്ട്. വലിയ രീതിയിലാണ് ഈ ഒരു അൾട്രാ വയലറ്റ് സൂചികയുടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ രേഖപ്പെടുത്തപ്പെട്ട ഉയർന്ന അൾട്രാ വയലറ്റ് സൂചികയാണ്. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാ വയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യാതപത്തിനും ത്വക്ക് രോഗങ്ങൾക്ക്, നേത്ര രോഗങ്ങൾക്ക്, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കും. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണം എന്നതടക്കമുള്ള നിർദ്ദേശം നമുക്ക് മുന്നിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മലയാളികൾ ഒന്നടങ്കം ആഗ്രഹിക്കുകയാണ് ഒരു മഴ പെയ്തെങ്കിലെന്ന്. ഇപ്പോൾ പലയിടത്തും മഴയുണ്ടെങ്കിൽ പോലും കാലവർഷത്തിനായിട്ട് നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾ കാലവർഷത്തിൻ്റെ മാസമാണ്. അപ്പോൾ ഒരു മഴ പെയ്ത് ഇറങ്ങിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചൂടാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. താപനിലയൊക്കെ പല ജില്ലകളും വലിയ ഉയർന്ന രീതിയിലാണ് രേഖപ്പെടുത്തുന്നത്. എന്തായാലും ഒരു മഴ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും. എന്താണ് ഈ പ്രാവശ്യത്തെ കാലവർഷത്തെക്കുറിച്ച് നമുക്കറിയാവുന്നതുപോലെ തന്നെ കാലവർഷം ഒരു ആശ്വാസമാണ്. ഈ കടുത്ത ചൂടിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കാലവർഷം, അതായത് ഭൂമിയെ തണുപ്പിക്കുന്ന മഴ വരുന്ന ആ ഒരു സാഹചര്യത്തിലേക്കാണ്. എങ്കിൽ പോലും അവിടെയും നമുക്കൊരു ആശങ്കയുണ്ട്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളൊക്കെ കണ്ടിട്ടുള്ളതുപോലെ കാലവർഷ സമയത്ത് പല മഴക്കെടുതികൾ ഉണ്ടാകും. ഈ പ്രളയം പോലുള്ള സംഭവങ്ങളൊക്കെ ആ സമയത്താണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ നമുക്കൊരു ഭീതിയായിട്ട് നിൽക്കുന്നു എങ്കിൽ പോലും നമ്മൾ മഴയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാലവർഷം എങ്ങനെയാണ് ഈ വർഷത്തെ 2026 കാലവർഷം എങ്ങനെയാണ് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കാലവർഷത്തെക്കുറിച്ച് നൽകുന്ന മുന്നറിയിപ്പിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. രാജ്യത്താകെ ഇത്തവണത്തെ കാലവർഷം സാധാരണയിൽ കുറയുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ആദ്യഘട്ട പ്രവചനം. ഏപ്രിൽ മുതൽ ജൂൺ വരെ സാധാരണ നില തുടരും. അതിനുശേഷം മൺസൂൺ കാലയളവിൽ എൽനിനോ സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മൺസൂൺ അവസാന ഭാഗത്ത് IOD, അതായത് ഇന്ത്യൻ ഓഷ്യൻ ഡിപ്പോൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് മൺസൂണിന് അനുകൂലമായ ഘടകമാണ്. അതേസമയം കേരളത്തിൽ കാലവർഷം ഇത്തവണ സാധാരണ തോതിലായിരിക്കുമെന്നാണ് പ്രവചനം. എന്തായാലും അതിനോടൊപ്പം തന്നെ ചില പ്രതിഭാസങ്ങൾ കൂടി ഉണ്ടാകും കേട്ടോ. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഓഷ്യൻ ഡൈപ്പോൾ, അതായത് മൺസൂൺ അവസാന ഭാഗത്ത് IOD പോലുള്ള അത് വരാനുള്ള സാധ്യതയുണ്ട്. എൽനിനോ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട്. എൽനിനോ പ്രതിഭാസം രാജ്യത്തെ മൺസൂണിനെ ബാധിച്ചേക്കാമെന്നാണ് സ്വകാര്യ കാലാവസ്ഥാ ഏജൻസിയായ സ്കൈമെറ്റ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എൽനിനോ പ്രതിഭാസം കാലവർഷം ദുർബലമാകാൻ, പ്രത്യേകിച്ചും രണ്ടാം ഘട്ടത്തിൽ ദുർബലമാകാൻ കാരണമാകുമെന്നാണ് സ്കൈമെറ്റിൻ്റെ പ്രവചനം. മധ്യകിഴക്കൻ പസഫിക് സമുദ്രത്തിലെ ഉപരിതല ജലം പതിവിലും ചൂടാകുന്ന ഒരു സ്വാഭാവിക കാലാവസ്ഥാ രീതിയാണ് എൽനിനോ. നിലവിൽ കിഴക്കൻ പസഫിക്കിലെ സമുദ്രോപരിതലത്തിന് താഴെ ശക്തമായ ചൂട് വർദ്ധിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ തുടർന്നാണ് സ്കൈമെറ്റ് ഇത്തരത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ കാലവർഷം നമ്മൾ വലിയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് കർഷകരൊക്കെ കാലവർഷം വളരെയധികം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട്. കർഷകരെ സംബന്ധിച്ച് കാലവർഷം വളരെ പ്രധാനമാണ്. കാർഷിക സമൃദ്ധിയും സാമ്പത്തിക ഭദ്രതയും നിർണ്ണയിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ കാലവർഷം 2026 ശുഭസൂചനകളോടെ കടന്നു വരികയാണ്. ജൂൺ മാസത്തെ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് രാജ്യം ഒരു സാധാരണ രീതിയിൽ തന്നെ കാലവർഷം ഉണ്ടാകുമെന്ന് തന്നെയാണ്. മറ്റ് തലത്തിലുള്ള കുറവോ കൂടുതലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടമോ അതിലൊന്നും സാധ്യതയില്ല എന്നാണ് നിലവിലെ പ്രവചനം. എന്നാൽ മഴയുടെ വ്യാപ്തിയിൽ പ്രാദേശികമായ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. 2026 ജൂണിലെ കണക്കുകളിലെ ഈ വർഷത്തെ കാലവർഷം അതിൻ്റെ ലോങ് പീരീഡ് ആവറേജിൻ്റെ 101% പ്രവചനം. കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെ ഭാഷയിൽ പറഞ്ഞാൽ നിയർ നോർമൽ അഥവാ സാധാരണ നിലയിലുള്ള മഴ. 70% സാധ്യത സാധാരണ മഴ, 20% സാധ്യത കുറഞ്ഞ മഴ, 10% സാധ്യത അതിശക്തമായ മഴ. ഈ കണക്കുകൾ നൽകുന്ന വലിയൊരു ആശ്വാസമുണ്ട്. രാജ്യം അതിരൂക്ഷമായ വരൾച്ചയ്ക്കോ അല്ലെങ്കിൽ പ്രളയ സമാനമായ അതിതീവ്ര മഴയ്ക്കോ ജൂൺ മാസത്തിൽ അതിനുള്ള സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ പ്രതീക്ഷ. നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മൾ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളൊന്നാണ് പ്രളയം. പ്രത്യേകിച്ച് ഈ സമയങ്ങളിലാണ്, ഈ മഴ സമയത്താണ് കൂടുതലും പ്രളയം ഉണ്ടാകുന്നു, ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. അത്തരത്തിൽ വലിയൊരു ദുരന്തത്തിന് നമ്മൾ സാക്ഷിയാകുന്നു. അപ്പോൾ ഇത്തവണയും അതിനുള്ള സാധ്യതയില്ല എന്ന് തന്നെ, പ്രളയ സമാനമായ അതിതീവ്ര മഴയ്ക്കോ ജൂൺ മാസത്തിൽ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ നിലവിലെ പ്രവചനം. പ്രാരംഭഘട്ടത്തിലെ പ്രവചനം അത്തരത്തിലാണ്. എന്തായാലും ആശ്വാസകരമായ കാര്യം തന്നെയാണ്. മഴ കിട്ടും, സാധാരണ നിലയിലായിരിക്കും. പ്രളയ സമാനമായിട്ടുള്ള അതിതീവ്ര മഴ ഉണ്ടാകില്ല. അത് വലിയ ആശ്വാസമായി മാറുകയാണ്. എവിടെയെല്ലാം പെയ്യും, എവിടെയെല്ലാം മാറുമെന്ന കാര്യം, മഴയുടെ അളവ് 101% എന്ന് പറയുമ്പോഴും ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെയല്ല ജൂണിൽ പെയ്യുക. ഭൂപടത്തിൽ മഴയുടെ വിതരണം ഇനി പറയുന്ന രീതിയിലായിരിക്കും.
ജൂണിൽ കേരളത്തിൽ ശക്തമായ മഴയുണ്ടാകും. കേരളം, കർണാടക തീരം, ഗോവ, കൊങ്കൺ മേഖലകൾ എന്നിവിടങ്ങളിൽ കാലവർഷം കരുത്തോടെ ഉണ്ടാകും. ശക്തമായ മൺസൂൺ കാറ്റുകളുടെ ഈർപ്പത്തിന്റെ ഫലമായി ഈ മേഖലകളിൽ ശരാശരിയിൽ കൂടുതൽ മഴ കിട്ടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രത്യേകിച്ച് ഗംഗാ നദീതട പ്രദേശങ്ങളിൽ സജീവമായ മഴയുണ്ടാകും. ഇത് വരാനിരിക്കുന്ന ഖാരിഫ് കൃഷിക്കായി കാത്തിരിക്കുന്ന കർഷകർക്ക് ആശ്വാസമാണ്. മധ്യകിഴക്കൻ ഇന്ത്യ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മഴ പെയ്യാൻ വൈകുകയോ അല്ലെങ്കിൽ മഴയുടെ അളവ് കുറയുകയോ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല, വടക്ക് കിഴക്കൻ ഇന്ത്യ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ ജൂണിൽ സാധാരണ തോതിലുള്ള മഴയുണ്ടാകും. ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ വലിയൊരു പങ്ക് കൃഷിയെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഴയ്ക്കും GDPക്കും തമ്മിൽ വലിയ ബന്ധമുണ്ട്, പ്രാധാന്യമുണ്ട്. പശ്ചിമഘട്ടത്തിലും ഉത്തരേന്ത്യൻ സമതലങ്ങളിലും കൃഷിപ്പണികൾ കൃത്യസമയത്ത് തുടങ്ങാൻ മഴ സഹായകമാകും. മധ്യ ഇന്ത്യയിലെ കർഷകർക്ക് ജൂണിലെ കുറഞ്ഞ മഴ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. ഇവിടങ്ങളിൽ വിതയ്ക്കൽ അല്പം വൈകാനും സാധ്യതയുണ്ട്. വലിയ ഡാമുകളിലെ ജലനിരപ്പ് ഉയരാൻ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ മഴ കൂടി കിട്ടേണ്ടി വരും. ജൂണിലെ മഴ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കും, പക്ഷേ ജലവൈദ്യുത പദ്ധതികൾക്ക് വലിയ മുതൽക്കൂട്ടാകാനാണ് സാധ്യത. അതേസമയം ഈ വർഷത്തെ കാലവർഷം കേരളത്തിൽ സാധാരണ നിലയിലായിരിക്കുമെന്നാണ് സ്വകാര്യ ഏജൻസികൾ പോലും പ്രവചിക്കുന്നത്. എന്നാൽ ദേശീയ തലത്തിൽ മഴയുടെ അളവ് ശരാശരിയിൽ കുറയാൻ സാധ്യതയുണ്ട്. പസഫിക് സമുദ്രോപരിതലം സാധാരണമായി ചൂടാകുന്ന എൽനിനോ പ്രതിഭാസം ഇത്തവണ കാലവർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രകടമായേക്കാം. അന്താരാഷ്ട്ര ഏജൻസികൾ റിപ്പോർട്ട് പ്രകാരം ഇത് തീക്ഷ്ണമായ സൂപ്പർ എൽനിനോ ആയി മാറാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കാലവർഷത്തിന്റെ രണ്ടാം പകുതിയിൽ മഴയുടെ അളവ് ഗണ്യമായി കുറയും. രാജ്യത്താകെ മഴ കുറയാൻ സാധ്യതയുണ്ടെങ്കിലും കേരളത്തിന് ആശ്വാസമാകുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡൈപോൾ പ്രതിഭാസമാണ്. നിലവിൽ അത് പോസിറ്റീവ് ആകാനാണ് സാധ്യത. അതായത് സമുദ്രത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ ചൂട് കൂടുകയും കിഴക്കൻ മേഖലയിൽ കുറയുകയും ചെയ്യും. ഈ മാറ്റം കാലവർഷത്തിന്റെ തുടക്കത്തിൽ കേരളം ഉൾപ്പെടെയുള്ള തീരദേശ മേഖലകളിൽ മികച്ച മഴ കിട്ടാൻ സഹായകമാകും. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലെ മഴയെക്കുറിച്ചുള്ള ആദ്യഘട്ട നിരീക്ഷണമാണിത്. വരും ദിവസങ്ങളിൽ സമുദ്രത്തിലെ താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പ്രവചനങ്ങളിൽ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക പ്രവചനം ഉടൻ പുറത്തുവരും. എന്നാൽ ഈ വർഷത്തെ കാലവർഷം കേരളത്തിൽ സാധാരണ നിലയിലായിരിക്കുമെന്നത് ഏറ്റവും ആശ്വാസകരമാണ്. പ്രളയത്തിന് സമാനമാകുന്ന അല്ലെങ്കിൽ പ്രളയത്തിന് കാരണമാകുന്ന അതിശക്തമായ മഴ ഇപ്രാവശ്യം ഉണ്ടാകില്ല എന്നത് അതിനേക്കാൾ ഏറെ ആശ്വാസം നൽകുന്ന ഒരു പ്രവചനമായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, ഈ അന്താരാഷ്ട്ര ഏജൻസി റിപ്പോർട്ട് പ്രകാരം തീക്ഷ്ണമായ സൂപ്പർ എൽനിനോ ആയി മാറാൻ സാധ്യതയുണ്ട്. ഇത് സംഭവിക്കുകയാണെങ്കിൽ കാലവർഷത്തിന്റെ രണ്ടാം പകുതിയിൽ മഴയുടെ അളവ് ഗണ്യമായി കുറയും. രാജ്യത്താകെ മഴ കുറയാൻ സാധ്യതയുണ്ടെങ്കിലും കേരളത്തിന് ആശ്വാസമാകുന്നത് ഈ ഡൈപോൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പ്രതിഭാസമാണ്. എന്തായാലും കാലവർഷത്തിനായി ഒരുങ്ങുകയാണ് നമ്മൾ. കാലവർഷം ഉടൻ തന്നെ ഇങ്ങെത്തും. ഈ കൊടും ചൂടിൽ കാലവർഷം ഒരു മഴ പെയ്യണമേ എന്ന് ആഗ്രഹിക്കുന്നതാണ് നമ്മൾ. എങ്കിൽ പോലും മഴ മുന്നറിയിപ്പൊക്കെ നിലവിലുണ്ട്. നമുക്കറിയാം, ഇന്ന് ചില ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതൊക്കെ ജില്ലകളിലാണ് എന്ന് നമുക്ക് നോക്കാം. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ടിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, നാളെ വരെ, മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.